ഇവന്റെ അടുത്ത് വണ്ടി എടുക്കല്ലെന്ന് എടാ ഇതൊക്കെ ഞാൻ ഇതൊന്ന് കണ്ടോട്ടെ ജോക്കി. ഇതൊക്കെ ജോക്കി ഇതൊക്കെ ഓവറല്ലേ ജോക്കി? ഇതൊക്കെ ഭയങ്കര ഓവറല്ലേ? ഈ സിറ്റിയില് നമ്മുടെ ഹേറ്റേഴ്സ് ഒക്കെ ജോക്കി നിൽക്കുന്ന കണ്ടോണ്ട് എന്തൊക്കെ തെറിയായിരിക്കും അവന്മാര് മൈൻഡിൽ വിളിച്ചോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റേഡിയോയിലൊക്കെ. നാട്ടിലുള്ള ഇവിടുത്തെ നമ്മുടെ ഹേറ്റേഴ്സ് ഗ്യാങ്ങുകളെല്ലാം ജോക്കിയുടെ ഈ സാമാനം കാണിച്ചിരിക്കുന്ന ഈ കയ്യിലുള്ള ഫോൺ ഇത് കണ്ടിങ്ങനെ അത് ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ല ജോക്കി റിയൽ ലൈഫിൽ പോലെ തന്നെ. ഇല്ല കാണൂല. വാ ഇതൊന്നും അല്ല. ഇനി അങ്ങോട്ട് പോകുമ്പോ ഒരെണ്ണമുണ്ട്. എടാ അതും കൂടെ കാണിച്ചു കൊടുക്കണടാ. ഫ്രണ്ടോട്ട് പോകുമ്പോൾ കാണിച്ചു കൊടുക്കണം. പച്ചയുണ്ട്, ചുവപ്പുണ്ട്. കൊള്ളാം. റോങ് സൈഡാ ജോക്കി. എടാ ഇത് ഒരെണ്ണം കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ഗാംഗോസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുപോകാം ജോക്കി. പൊട്ടിച്ചേക്കുന്ന നോക്ക് ജോക്കി. ഇതിനു വേണ്ടി ഇവരോട്ട് അടിയായി. ഇത് MG3 ഇവരൊക്കെ അടിയായി. പ്രതിഷ്ഠിച്ചിരിക്കുന്ന ജോക്കിയെ ഇത് ഗാംഗോസിന്റെ ഫ്രണ്ടിലാണോ? അതല്ലായിരുന്നോ സ്കൂള്? ഇതൊക്കെ നാളെ ഗ്യാങ്ങോറാവേ ചോദിക്കാതെ പറയാതെ. ജോക്കർ ബ്രോ ശശിക്ക് വരെ ഇവളുമാരൊക്കെ വെൽക്കം കിട്ടിയില്ല. നമുക്ക് ഏതാണ്ട് മോളല്ലേ അയ്യോ കേവിലുള്ള പയ്യവരാണോ? സോറി. കേറട്ടെ എന്നെ നോക്കണല്ലോ. തറയൊരു കൊക്ക് നിപ്പുണ്ട്. ഞാൻ കേട്ടെ കുഴപ്പമായിരുന്നു. കൊച്ചെന്താ പറഞ്ഞേ? വിദ്യാലയം. ജോക്കി അകത്തോട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ലീഡറിനെ വിളിക്കത്തില്ലേ? ലീഡറിന്റെ പേരില്ലേ? പരുന്തുവാസം ആണല്ലോ. ബാക്കി യൂണിറ്റ്സ് എല്ലാം തന്നെ ഇടിഞ്ഞു പോണേ. നമ്മളെ എതിരേക്കാൻ ആരും ഇല്ലേ? കൊക്കും കുരങ്ങനും ഒക്കെ ഉള്ളു. നാടിന്റെ നായകർക്ക് സ്വാഗതം. ഒരു 1.5 മണിക്കൂറായി ഇവിടെ പോസ്റ്റ് ആട്ടോ ഞങ്ങൾ വീഡിയോ കംപ്ലീറ്റ്. സാറേ ഇത് ഞാനല്ല ചീഫ് ഗസ്റ്റ് സാർ. ജോക്കിയാണ് ചീഫ് ഗസ്റ്റ്. അല്ല നിങ്ങൾ രണ്ടുപേരും ഉണ്ടെന്ന് പറഞ്ഞു. ജോക്കി സാർ ഇതൊക്കെ നിങ്ങൾ കണ്ട നമ്മളെ നാടിന്റെ നായകർക്ക് കണ്ട നായെന്ന് വിളിക്കാൻ ഒരു അവസരം അവള് അങ്ങനെ ഈ നായകർ എന്തിന്റെ അടിസ്ഥാനത്തിൽ അവൾ എഴുതിയേക്കണം? അതെന്റെ ചോദ്യം. അവരെന്റെ അടുത്ത് സ്റ്റേജിൽ ഇരിക്കാനാ പറഞ്ഞത്. അതിനി പിന്നത്തേക്ക് വെച്ചേക്കുവാണെങ്കിലോ? വാ അത് കഴിഞ്ഞിട്ട് നോക്കാം. വാ
നാടിന്റെ ഞാൻ അല്ലേ സ്റ്റേജിൽ ഇരിക്കണം, ഞാൻ ഇവിടെ സൈഡിൽ ഇരുന്നാ പോരെ. ഹലോ അയ്യോ ഞാൻ റേഡിയോക്കകത്ത് ചോദിച്ചായിരുന്നു മോനെ. അവന് അച്ഛനെ കിട്ടിയ സന്തോഷമാണ് എന്നെ കണ്ടപ്പം. ഓടി രക്ഷപ്പെടട്ടെ. ഇതാണ് കാണേണ്ടതാണ്. അണ്ണന്റെ സൈഡിൽ ശശികൊക്കെ ഇരിക്കാൻ പോണ സ്റ്റേജില്. സ്റ്റേജിലോട്ട് വരുമോ? പരിന്തോഷനെ സ്റ്റാഫ് റൂം ചെയ്ത് വെച്ചൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. സ്റ്റാഫ് റൂം ഒന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. കണ്ടിട്ട് ഇത് ആക്ച്വലി നമ്മള് എക്സ് ആവുന്നതിന് മുമ്പ് വെച്ചതാണ്. ഇത് നമ്മള് എക്സ് ആയല്ലോ. സൂസന്റെ ഇനി മാറ്റിട്ട് സൂസന്റെ ഭർത്താവ് ഈ സ്കൂളിന്റെ ഐശ്വര്യം ഞാൻ വെച്ചോളാം. അതേ കുഴപ്പമില്ല. സൂസന്റെ ഭർത്താവല്ലേ നിക്കുന്നത്. പിള്ളേർക്ക് കല്യാണം കഴിഞ്ഞു. ബാസോടെ കയറി പിടിക്കാൻ പറ്റും. അങ്ങനെ കൂട്ടി കേസ് കൊടുക്കേണ്ടി വരും. സ്റ്റേജിലോട്ട് അലീന അലീന ഒരു മിനിറ്റ് ഒന്ന് വരും അലീന. നീ സ്കൂളിന്റെ ഏതാണ്? ഓക്കെ അത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ അലീന സ്റ്റാഫ് റൂം കണ്ടായിരുന്നു. കണ്ടായിരുന്നു നല്ല രസമുണ്ട്. എ ക്ലാസ് സാധനം. ഒരുപാട് നന്ദിയുണ്ട് അലീന. അയ്യോ ഇങ്ങനെ ഇരിക്കണോ ശരിക്കും? ഡേഞ്ചറാന്ന് തോന്നുന്നു. എല്ലാവരും ലൈക്ക് അടിക്കണേ. ഡു ലൈക്ക് ദി സ്ട്രീം. എടാ ഈ സ്കൂള് സ്റ്റാഫ് റൂം കണ്ടോ? എടാ സ്റ്റാഫ് റൂം കണ്ടോ? പിന്നെ സ്റ്റാഫ് റൂം കണ്ടായിരുന്നു. പിന്നില്ല. എങ്ങനുണ്ട്? കൊള്ളാം ചോദിക്കും. നല്ല രസമുണ്ട്. ശരി വാ നമുക്ക് ഇരിക്കാം ഇതൊന്ന് തീർക്കട്ടെ. വാ അണ്ണനെ വിളിക്കുന്നുണ്ട് മറ്റേ കൊക്കിന്റെ കടുത്തിരിക്കാൻ. കൊക്ക പിന്നെ സൂവല്ലേ ഇത് കൊക്കിന്റെ അടുത്ത് പുറകിന്റെ അടുത്ത് ഇരിക്കാൻ. പയ്യ മനസ്സിലാവും. വലിയ ഒന്നും പറയണം. വിദ്യാലയമല്ല കേട്ടോ. ഇവിടെ നോക്കിയാൽ കൊരങ്ങൻ നിൽക്കുന്നു. 50 മെമ്പർഷിപ്പ് വെച്ചിട്ട്. അയ്യോ ഫാസ്റ്റ് ഫീസ് ബ്രോ ആണോ? ഫാസ്റ്റ് ഫീസ് ബ്രോ താങ്ക് യു സോ മച്ച്. 50 മെമ്പർഷിപ്പ് ബ്രോ താങ്ക് യു സോ മച്ച്. അതാണ് ശശികൊക്ക്. വേലിയായിട്ട് എങ്ങനെ ബന്ധം വരും? എണ്ണിട്ടാണ് ഞാൻ ഈ ഡെസ്കിന്റെ ഇത് മറിഞ്ഞാണ് ഇരിക്കുന്നത്. സാമാനം കാണൂല്ലെങ്കിൽ അപ്പുറത്തോട്ടറി ഞാൻ അല്ലെങ്കിൽ സാമാനം കാണും കേട്ടോ. ഞാൻ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? എനിക്കൊരു പ്രശ്നമില്ല. കണ്ട ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് ഇതൊന്നും ഇരിക്കാത്ത ഇരിക്കുമ്പോ കണ്ടോ നോക്കിട്ട് അറിയാം കേട്ടോ. ഇന്നലെ ഗാങ്ങി ശശികൊക്ക് ചിമ്പു കൊരങ്ങൻ കോട്ട കിട്ടിയേക്കുന്നത് എന്തൊക്കെ സറ്റങ്ങൾ. വെൽക്കം ഡ്രിങ്ക് നിന്റെ കാട്ട മിക്സ് ചെയ്ത കോക്ടെയിൽ ആയിരിക്കും അല്ലേ? ഒന്നാമത് എന്റെ സാധനം കാണാം. മാറിയിക്കവിടുന്ന്. എടാ കൊക്കെ മനുഷ്യന് വേണ്ടുന്ന കുടിക്കാനൊക്കെ ഞാൻ പോയി കുടിച്ചോളാം. നീ എനിക്ക് തരല്ലേ? കിടുക്കാച്ചിയുള്ളൂ. എടാ ഇത് എങ്ങനെ എലിയായിട്ട് ബന്ധം? എങ്ങനെ എലിയുടെ തോളത്തിരുന്നുള്ള ബന്ധം ഇവന്? വേറെന്ത് ബന്ധം? മാറിയില്ല എന്റെ മൂട്ടിന്ന് മാറിയില്ല. എനിക്ക് കൊക്കും കൊരങ്ങനൊന്നും ഇവിടെ പാടില്ല കേട്ടോ. എന്തോ ഇത് ഇത് കുക്കാണോ? വാസു ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയട്ടെ. കൊക്കിനെ കുക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവളൊക്കെ എന്തോ വിദ്യാലയം തുടങ്ങിട്ട് എന്തോ കാര്യം. കൊക്ക് കുക്കാണ് പോലും. നിനക്ക് എന്തെങ്കിലും നേർച്ച ഉണ്ടോ? എന്റെ മൂട്ടി വന്നിട്ട് കോപ്രായം കാണിക്കാന്ന്. എന്റെ അടുത്തൊന്ന് മാറിക്കോണേ. പിന്നെ വല്ല കണ്ട് പേടിച്ചോണ്ട് പിന്നെ കൊത്തിക്കൊണ്ട് പോരുത്. ഇല്ലാത്ത സാധനം കാണുമ്പോ നിനക്കുണ്ട്. വിത്തൗട്ട് ആണ്. എങ്ങനെ മനസ്സിലായി? കാലകത്തി വെച്ചപ്പോഴാ വിത്തന്നെയാണോ? സഹൃദയരായ എന്റെ
നല്ലവരായ നാട്ടുകാരെ, ഇന്ന് നമ്മുടെ സ്കൂളിന്റെ ഇനാഗുറേഷൻ ആണ്. ഇനാഗുറേഷൻ ചെയ്യുന്നത് എല്ലാവരുടെയും സ്വന്തം നാടിന്റെ പൊന്മകൻ, നമ്മുടെ സ്വന്തം ജോക്കി. അതിനു മുമ്പേ നമ്മളുടെ സ്കൂൾ ലീഡറായ ഞങ്ങളുടെ PTA സാറിന്റെ മകനായ സൂര്യബോസ്, ഞങ്ങളുടെ സൂര്യബോസിന്റെ ഈശ്വര പ്രാർത്ഥനയാണ്. എല്ലാരും സഹകരിക്കണം പ്ലീസ്. എല്ലാരും ഒന്നും മിണ്ടാതിരിക്കണം. 2 സെക്കൻഡ്. സൂര്യ സാർ, നിങ്ങൾ എല്ലാരും ഒന്ന് എണീച്ച് എണ്ണിക്കണോ ഇനി? ഇത് മാത്രം പൂജയാണ്. അമ്പലത്തിൽ വന്നോ നിൽക്കുന്നത്? സംഹാര പൂജയാണ്. ഈ സ്റ്റേജ് മറിഞ്ഞ് തല വീഴും മിക്കവാറും. നമ്മുടെ പ്രാർത്ഥന പറഞ്ഞ ശുക്ലാംബദരം, ചുമ്മാ പാടാൻ പറഞ്ഞ ശുക്ലാംബദരം, പൂജ ചെയ്യാൻ പറഞ്ഞ ശുക്ലാംബദരം. ഇത് തീരെ അന്ത്യമില്ലേ ഇതിന്? ഇതിന് 2 കോടി പോരായിരുന്നു. 10 കോടി ഇതാണ് ഈശ്വര പ്രാർത്ഥന. ഇനി വീണ്ടും ഇത് ഇരിക്കാൻ ഇനി നമ്മുടെ നാടിന്റെ സകല കലാവല്ലഭനും എല്ലാവർക്കും അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം പരുന്ത് സ്റ്റേജിലേക്ക് ചെല്ലേ ജി അടിച്ചിട്ടും സാധാരണ സംസാരിച്ചാൽ മതി. അണ്ണാ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ പറഞ്ഞത് കേക്കോ? ഹലോ, ജി അടിക്കും. ജി അടിച്ചിട്ട് നോർമലി അങ്ങ് സംസാരിച്ചാൽ മതി. കേക്കോ? ഞാൻ പറയുന്നത് കേക്കോ? ഹലോ, ഞാൻ പറയുന്നത് കേക്കോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. ജിയില് സംസാരിക്കുന്നു. ജി അല്ല, സാധാരണ നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്നില്ല. സംസാരിക്കും മാത്രം മതി. ഓക്കെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടില് പൊതുവെ എന്നും അടിയും ബഹളവും വഴക്കും ഒക്കെ കണ്ടാണ് നമ്മളൊക്കെ കൊച്ചിലോട്ട് വളർന്നത്. നമുക്കൊന്നും വലിയ വിദ്യാഭ്യാസം കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ല. സോ ഇനിയുള്ള തലമുറയെങ്കിലും നല്ല രീതിയിൽ സ്കൂളിലൊക്കെ പഠിച്ച് വളരട്ടെ. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സ്കൂൾ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവർക്കെല്ലാം നടത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, സോ ഇനി നമ്മുടെ ഇനാഗുറേഷൻ ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇനാഗുറേഷൻ നടത്താൻ പോകുന്നത് ജോക്കിയാണ്. ജോക്കിയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നത്. ജോക്കി വന്നു. ഇനി എന്തൊരു ചെയ്യണം? മോനെ വെക്കണം. പബ്ലിക് ഇവന്റ് നടക്കുമ്പോ ഇങ്ങനെയൊക്കെയാണ്. ഇവന്മാരെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഈ പബ്ലിക് ഇവന്റ് നടക്കുന്നതും RPയിൽ പബ്ലിക് ഇവന്റ് നടത്തുന്നതും അതുപോലെ തന്നെ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പടം കാണാൻ പോണത് ഏകദേശം സെയിം ആണ്. മനസ്സിലായ? മെസ് ബോയ്സ് കുറെ ഉണ്ടാവും. അപ്പോൾ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, സദയം വന്ദനം.
ഒന്നുകൂടെ പറയാം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, സദയം മാറി. രാവിലെ എണീറ്റപ്പോൾ മുതൽ ഞാൻ മുൾമുനയിലാണ് നിൽക്കുന്നത്. ആ മോനെ കാണിച്ചു തരാം. ഉണ്ടാക്കുന്നുണ്ട് കേട്ടാ, ഒന്ന് നോക്കിക്കോണേ. വേണ്ട വേണ്ട വേണ്ട, വെയിറ്റ് വെയിറ്റ്. ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ ഒന്ന് സൈലന്റ് ആവണേ, സൈലന്റ് ആവണേ. പറയാനുള്ള കേൾക്കുന്നത് ഒന്നെങ്കിലും മിണ്ടാതിരിക്കാം. അതെ 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 അതെ. പരിപാടി കഴിഞ്ഞിട്ട് ആ പാസ് കൂട്ടി വെച്ചേക്കുന്നവനെ പിൻ സ്റ്റേജിൽ കൊണ്ടിട്ട് നല്ല ഇടി കൊടുക്കണേ. എല്ലാവരും ബേക്കാറങ്ങി കഫ് ചെയ്ത് മാറ്റുന്നത് സാറേ. ബേക്കാറങ്ങി സാറേ. സാറേ ബേക്കാറങ്ങി കഫ് ചെയ്ത് മാറ്റി. ഒന്ന് മാറും സാറേ ബേക്കാറങ്ങി. സാറേ ബേക്കാറങ്ങി. ഹലോ കേക്കാം എല്ലാവരും കേൾക്കാം. ഹലോ ബേക്കാറങ്ങി. സുഹൃത്തുക്കളെ, എല്ലാവരും ശാന്തരായിട്ട് പ്രഖ്യാപിച്ചോളുന്നു. സാറേ കഫ് ചെയ്ത് മാറ്റി. കഫ് ചെയ്ത് മാറ്റി സാറേ. നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. മേഡം അദ്ദേഹത്തിന്റെ കഫ് ചെയ്ത് മാറ്റിക്കോണം ഇത്. നിങ്ങൾ കിടന്ന് ഇതിനകത്ത് ഈ പ്രശ്നം ഉണ്ടാക്കുന്നവരൊക്കെ മാറ്റിക്കാ പിടിച്ച്. എടാ, ഇതിപ്പോ നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കേട്ടാ. സത്യം പറഞ്ഞ മുണ്ടെടുത്ത് നമ്മുടെ പിള്ളേരെയും കൂടെ ഇറക്കി വിട്ടാ തലമ്പിയാല. ഇവരിതേ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളെ വിചാരിച്ച കാര്യം പോരിട്ടെ അലമ്പ് പരിപാടി. ഹലോ സാർ പറഞ്ഞു. നിങ്ങൾ അകത്തോട്ട് നിൽക്കാവോ വാസു? ആ ഞാൻ പുറത്തോട്ട് ഇറങ്ങാതെ ഒറ്റ മിനിറ്റ്. എന്നെ ആർക്കറിയേണ്ടത്? ആർക്കറിയേണ്ടത്? ലൈറ്റുള്ള ആളുടെ പേര് ജോക്കി. ജോക്കി ജോക്കി ജോക്കി. നൈസ് നൈസ് നൈസ്. കൊള്ളാം. ഇവരുടെ പേരെന്താ? പേര് അക്കു ജൂനിയർ. അക്കു ജൂനിയർ. അപ്പി ജൂനിയറാ? അക്കു ജോക്കി. അക്കു അത് നമുക്ക് പോയാലോ?